നെതന്യാഹുവിന്റെ ഓഫീസ് ഈ കാര്യം മറച്ചു വെക്കാനാണ് ശ്രമിച്ചത് എന്ന് മാത്രമല്ല, നെതന്യാഹുവിന്റെ ഓഫീസ് പറഞ്ഞത് ഇത് തങ്ങൾ സ്വതന്ത്രമായി നടത്തിയ ആക്രമണമാണ്, മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഖത്തറിലാണ് യുഎസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളം ഉള്ളത്. മാത്രമല്ല GCC രാഷ്ട്രങ്ങളിൽ ഒന്നടങ്കം ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുമ്പോൾ പോലും ഈ സൈനിക താവളങ്ങളാണ് US ഉപയോഗപ്പെടുത്താറുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ഈ ഒരു വിവരം അറിയിച്ചു, ഇസ്രായേൽ ഈ ഒരു കാര്യം അവരെ അറിയിച്ച വിവരം പുറത്തറിയരുത് എന്നുള്ള നിർബന്ധം അവർക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഈ മിനിറ്റുകൾക്കകം തന്നെ ട്രംപ് ഈ വിവരം അറിയിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് അറിയിക്കേണ്ടതായിരുന്നു. പക്ഷേ ഇപ്പോൾ വൈറ്റ് ഹൗസിന്റെ ഒരു വക്താവ് തന്നെ AFPയോട് ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. അതായത് ഞങ്ങൾ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ആക്രമണം നടന്നുള്ളത് അവർ സ്ഥിരീകരിക്കുകയാണ്. ഇതിന് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ മാനങ്ങളുണ്ട്, ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അല്പം മുമ്പ് ഈജിപ്തിന്റെ പ്രതികരണം വന്നിട്ടുണ്ട്. ഖത്തറിനെ പോലെ തന്നെ ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ച ഒരു രാജ്യം കൂടിയാണ് ഈജിപ്ത്. അവർക്ക് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ജനങ്ങളിൽ നിന്ന് തന്നെ വലിയ തോതിലുള്ള സമ്മർദ്ദം നേരത്തെ തന്നെ ഈജിപ്തിലടക്കം നിലനിൽക്കുന്നു നമുക്കറിയാം. വലിയ തോതിൽ അടിച്ചമർത്തൽ അവിടെയുള്ള ഈ പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ തന്നെയും ഈ വിഷയങ്ങളിലെല്ലാം തന്നെ തങ്ങൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള നിലപാടാണ് എടുക്കുന്നത്, പുറം ലോകത്തെ അറിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈജിപ്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അവർ പറയുന്നത് നിലവിലുള്ള മുഴുവൻ സമാധാന ശ്രമങ്ങളെയും തകിടം മറിച്ചുകൊണ്ട് അതിനെ ഒരു തരത്തിലും അംഗീകരിക്കാതെ ഏറ്റവും അപകടകരമായ നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അവർ പറയുന്നത്. സൗദി അറേബ്യയുടെ പ്രതികരണം നമ്മൾ നേരത്തെ കണ്ടു. അവർ പറയുന്നത് ഖത്തർ നടത്തുന്ന എല്ലാ നീക്കങ്ങൾക്കും, അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവർ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും തങ്ങളുടെ പൂർണ്ണ പിന്തുണ സൗദി അറേബ്യ പ്രഖ്യാപിക്കുന്നു. ഒരുപക്ഷെ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള UAE ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ അവർ വലിയ തോതിലുള്ള പ്രതികരണം അല്പം മുമ്പ് നടത്തിയിരിക്കുന്നു. അവർ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മേൽ വരെ ഇസ്രായേൽ കൈ കടത്താൻ തയ്യാറായിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിന് പിന്നാലെ അല്പം മുമ്പ് നടത്തിയ മറ്റൊരു പ്രതികരണം ഹൂത്തികളുടേതാണ്. അവർ പറയുന്നത് ഇനിയും ഗൾഫ് രാഷ്ട്രങ്ങളും അറബ് ലോകവും മുസ്ലിം രാഷ്ട്രങ്ങൾക്കും കാര്യം തിരിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ മുറ്റത്തും ഇതുപോലെ തന്നെ സംഭവിക്കുമെന്നുള്ളതാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ്. ഈ തരത്തിൽ വലിയ തോതിൽ ഗൾഫ് രാഷ്ട്രങ്ങളിലും അറബ് രാഷ്ട്രങ്ങളിലും എല്ലാം തന്നെ വലിയ തോതിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ പോകുന്ന ഒരു വിഷയമായി ഇത് ഉയരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ തരത്തിൽ ഇതിന്റെ പ്രതികരണങ്ങൾ നിലവിൽ തന്നെ ട്വിറ്ററിലടക്കം എക്സ് പ്ലാറ്റ്ഫോമിലടക്കം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതം ഉണ്ടാകും. പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിൽ പലരും ഇസ്രായേലുമായി നയതന്ത്ര ബന്ധത്തിലേക്ക് പോയവരുണ്ട്, ഒപ്പം തന്നെ ഇനി പോകാൻ ഇരിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചെല്ലാം വലിയ തോതിലുള്ള വെല്ലുവിളി ഇത് സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസം സിറിയയിൽ ഉൾപ്പെടെ സൗദി അറേബ്യ സിറിയയുമായി ബന്ധം മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്ന ഒരു സമയം കൂടിയാണ്. സിറിയയിലടക്കം നടത്തിയ ആക്രമണത്തിന് പിന്നാലെ സൗദി അറേബ്യയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. 967 അതിർത്തികളോട് കൂടി ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഈ ഒരു സമാധാന ശ്രമങ്ങൾ പൂർത്തിയാവുകയില്ല, അത് വിജയകരമാവുകയില്ലെന്ന് അവർ ആവർത്തിക്കുന്നുണ്ട്. ഈ പുതിയൊരു ഒറ്റ ആക്രമണത്തോട് കൂടി പക്ഷേ ഇതിന്റെ രാഷ്ട്രീയമാനം ഏത് രൂപത്തിലേക്കാണ് പോവുക എന്നതാണ് നമ്മൾ അറിയേണ്ടത്. പ്രത്യേകിച്ച് തുർക്കി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെല്ലാം തന്നെ സമാനമായ രീതിയിൽ തന്നെ ഏറ്റവും രൂക്ഷമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി അറബ് രാഷ്ട്രങ്ങൾ, ഗൾഫ് രാഷ്ട്രങ്ങൾ, ഒപ്പം തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ, ഇവരെല്ലാം കൂടി എന്ത് തീരുമാനമെടുക്കും? എല്ലാ തവണത്തെയും പോലെ പ്രതികരണം മാത്രം നടത്തി മടങ്ങുമോ? അതല്ല, ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഈ യുദ്ധം അവസാനിപ്പിക്കുവാനും ഒപ്പം തന്നെ വെടിനിർത്തൽ അവസാനിപ്പിക്കുവാനും GCC രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കുവാനും വേണ്ടി മുന്നിട്ടിറങ്ങുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.